നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണിയുമായി ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ അംഗം സൊഹ്റാൻ മദാനി രംഗത്തെത്തിയിരിക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ വാർത്ത. ഗാസയിലെ സൈനിക നടപടികളെ ഭീകരവാദ അനുകൂല അജണ്ടകളുടെ പേരിൽ ചോദ്യം ചെയ്യുന്ന മദാനിയുടെ ഈ നീക്കം കേവലം ഒരു നിയമപരമായ ഭീഷണി മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളി കൂടിയാണ്. ഇസ്രായേൽ നടത്തുന്ന നീതിയുക്തമായ പോരാട്ടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾ ആഗോളതലത്തിൽ ഭീകരതയെ പോഷിപ്പിക്കുന്ന അന്തരീക്ഷമാണ് ഒരുക്കുന്നത്. ഈ വിഷയത്തിൽ നാം ഗൗരവത്തോടെ കാണേണ്ടത് ഭീകരവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഇത്തരം നിലപാടുകൾ ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്ന് തന്നെയാണ്. നെതന്യാഹുവിനെതിരെ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിനെ ഒരു ആയുധമാക്കി മാറ്റി സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം വിദേശ നയത്തെ ഉപയോഗപ്പെടുത്തുന്ന മദാനിയുടെ നീക്കം ജനാധിപത്യ ബോധമുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഒരു വിദേശ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ തനിക്ക് അധികാരമുണ്ടോ എന്ന് പോലും കൃത്യമായി അറിയില്ല മദാനിക്ക്. ഗാസയിലെ ഇസ്രായേലിന്റെ നടപടികളെ അങ്ങേയറ്റം വിപുലമായി ചിത്രീകരിച്ചുകൊണ്ട് മദാനി നടത്തുന്ന ഈ പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അജണ്ടകളെ പിന്തുണയ്ക്കുന്നതിനും തുല്യമാണ്. ഹമാസ് എന്ന ക്രൂരമായ ഭീകര സംഘടന ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെയും അവരുടെ ഭീകര പ്രവർത്തനങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും ഏതൊരു രാഷ്ട്രത്തിനുമുള്ള അവകാശമാണ് ഇസ്രായേൽ അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ മദാനിയെ പോലെയുള്ളവർ ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ച് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെയധികം വ്യക്തമാണ്. അവർ ഭീകരർക്ക് ഒപ്പമാണ്. ഇത്തരക്കാർ ജനാധിപത്യത്തിൽ സംരക്ഷകരെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരർക്ക് പരോക്ഷമായി പിന്തുണ നൽകുകയാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെ കടുത്ത ലംഘനമാണ്. നയതന്ത്ര പരിരക്ഷയുള്ള ഒരു രാഷ്ട്രത്തലവനെതിരെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുമ്പോൾ അത് വെറും വ്യക്തിപരമായ അഭിപ്രായമല്ല, ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളി കൂടിയാണ്. മദാനിക്ക് മേയർ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അദ്ദേഹം മറന്നുപോകുന്ന ഒരു പ്രധാന കാര്യം, ഒരു നഗരത്തിൻ്റെതായ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് വിദേശ നയങ്ങളിൽ യാതൊരു പങ്കുമില്ല എന്നതാണ്. ഐക്യരാഷ്ട്രസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കൾക്ക് നൽകേണ്ട സുരക്ഷയും ആദരവും മദാനിയെ പോലെയുള്ളവർ മനസ്സിലാക്കണം. ഇത്തരത്തിൽ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി ആഗോളതലത്തിൽ തൻ്റെ പേരുയർത്താൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാപ്പരത്വത്തെ തന്നെയാണ് കാണിക്കുന്നത്. ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങൾ നേരിടുന്ന നിത്യജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിൽ പൂർണ്ണ പരാജയപ്പെട്ട ഒരു ഭരണാധികാരി ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന നാടകമാണിതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനോൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യം തന്നെയാണ്. ഗതാഗത സൗകര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങൾക്ക് മേയറുടെ ഈ ഭീഷണി കൊണ്ട് ഒരു ഗുണവുമില്ല. താൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഇസ്രായേലിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നത് വളരെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് വാചകമടിക്കുമ്പോൾ ന്യൂയോർക്കിലെ തെരുവുകളിൽ നടക്കുന്ന ക്രൈം റേറ്റിനെ കുറിച്ച് മദാനി ബോധവാനാണോ? ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഈ ശ്രമം ന്യൂയോർക്കിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇത്തരക്കാർക്ക് വോട്ടർമാർ തക്കതായ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. ഭീഷണികളെ ഭയന്നോടുന്ന ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ. ഡാനി ഡാനോൻ വ്യക്തമാക്കിയതുപോലെ മദാനിയുടെ ഈ ഭീഷണികളൊന്നും ഇസ്രായേലിന്റെ തീരുമാനങ്ങളെ ബാധിക്കാൻ പോകുന്നുമില്ല. ബെഞ്ചമിൻ നെതന്യാഹു അഭിമാനത്തോടെ തന്നെ ന്യൂയോർക്കിലെത്തും. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ സത്യം വിളിച്ചു പറയുകയും ചെയ്യും. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ സ്വീകരിക്കുന്ന ഏത് നടപടിയും നീതിയുക്തമാണ്. മദാനിയെ പോലെയുള്ളവർക്ക് ഇതിനെ ഭീകരതയായി കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിലെ കുഴപ്പം മാത്രമാണ്. ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തിലെ എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളും പിന്തുണയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ICC സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ടല്ലോ. എന്നാൽ അതിനെ ഇത്ര നിസ്സാരമായി എടുത്ത് ഭീഷണി മുഴക്കുന്നത് നിയമത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. നിയമ നടപടികൾ നീതിപൂർവമായിരിക്കണം, അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമാക്കരുത്, ഒരിക്കലും ആവുകയും ചെയ്യരുത്. മദാനിയുടെ പ്രസ്താവനകളിൽ ഈ രാഷ്ട്രീയ പ്രേരിത സ്വഭാവം വ്യക്തമായി കാണാം. ജനാധിപത്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരെയും എന്നും പറയാം എന്നുള്ള ഒന്നല്ല.
മറ്റൊരാളുടെ അവകാശങ്ങളെയും പരമാധികാരത്തെയും ബഹുമാനിക്കാൻ അറിയാത്തവർക്ക് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ യാതൊരു അർഹതയുമില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇസ്രയേലിനെതിരെ മദാനി നടത്തുന്ന ഈ വിദ്വേഷ പ്രചാരണങ്ങൾ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. വിദ്വേഷം പടർത്തി വോട്ട് നേടാൻ ശ്രമിക്കുന്നവർ ജനാധിപത്യത്തിന്റെ ശത്രുക്കൾ തന്നെയാണ്. ഇത്തരക്കാരുടെ അജണ്ടകളെ ലോകം തുറന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യം തന്നെയല്ലേ? അവിടെയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന മദാനിക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല എന്നത് തന്നെയാണ് സത്യം. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി വളരെയധികം ശക്തമാണ്. എന്നാൽ ഇത്തരം പ്രാദേശിക രാഷ്ട്രീയ പ്രസ്താവനകൾ ആ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു വിഡ്ഢിത്തമായി കാണാൻ കഴിയും. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന അമേരിക്കൻ നയത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെയുണ്ട്. മദാനിയുടെ ഇത്തരം പ്രസ്താവനകൾ ആ ബന്ധത്തെ ബാധിക്കില്ലെന്ന് തന്നെ കരുതാം. എന്നാൽ ഇത്തരക്കാർക്ക് അർഹമായ മറുപടി നയതന്ത്ര തലത്തിൽ തന്നെ നൽകേണ്ടതുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഇസ്രയേലിനൊപ്പം നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഭീഷണികൾക്ക് യാതൊരു വിലയുമില്ല. ഇസ്രയേൽ തന്റെ അസ്തിത്വം നിലനിർത്താൻ പോരാടിയ ചരിത്രം വളരെയധികം ദൈർഘ്യമേറിയതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഭീകരവാദികളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും ഇസ്രയേൽ വളർന്നു വന്നു. ഇന്ന് ഇസ്രയേൽ സാങ്കേതിക വിദ്യയിലും സുരക്ഷയിലും ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നാണ്. അസൂയയും വിദ്വേഷവും മൂലം ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം. നെതന്യാഹു ഇസ്രയേലിന്റെ കരുത്തനായ നേതാവാണ്. അദ്ദേഹം നയിക്കുന്ന ഇസ്രയേൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഇത്തരം ഭീഷണികൾ അദ്ദേഹത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ന് ലോകം ഇസ്രയേലിനൊപ്പം തന്നെയാണ്. പല രാജ്യങ്ങളും ഇസ്രയേലിന്റെ നടപടികളെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഭീകരവാദികളുടെ വക്താക്കൾക്ക് ലോകം ചുരുങ്ങുന്നത് അറിയാൻ പറ്റുന്നില്ലേ? മദാനിയെ പോലെയുള്ളവർ ഒറ്റപ്പെടും. ഭീകരതയുടെ മുഖംമൂടി അണിഞ്ഞവർ ജനാധിപത്യത്തിന്റെ കാവലാണെന്ന് വേഷം കിട്ടുന്നത് ഇനി നടക്കില്ല. സത്യം വിജയിക്കും. ഇസ്രയേൽ സുരക്ഷിതമായിരിക്കും. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ ഇസ്രയേലിന് നൽകുന്ന പിന്തുണ തുടരും. നെതന്യാഹുവിനെ അറസ്റ്റ് ഭീഷണി മുഴക്കി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണി മുഴക്കി വാർത്തകളിൽ നിറയാൻ ശ്രമിക്കുന്ന സൊഹ്റാൻ മദാനിയുടെ ഈ നീക്കം കേവലം ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അത് ജനങ്ങൾക്കും അറിയാം. ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണാധികാരിയാണ് അദ്ദേഹം. ഇത്തരം അന്താരാഷ്ട്ര വിവാദങ്ങളിൽ അഭയം തേടേണ്ട ഗതികേട് അദ്ദേഹത്തിന് അത് മറച്ചുവെക്കുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആത്മവീര്യം തകർക്കാൻ ഇത്തരം ഭീഷണികൾക്ക് കഴിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു തീർച്ചയായും അമേരിക്കയിലെത്തും. ലോകത്തിന് മുന്നിൽ ഇസ്രയേലിന്റെ സത്യം വിളിച്ചു പറയുകയും ചെയ്യും. ഭീകരവാദികളോടും അവരെ പിന്തുണയ്ക്കുന്നവരോടുമുള്ള ഇസ്രയേലിന്റെ പോരാട്ടം തുടരുകയും ചെയ്യും. ഇത്തരം രാഷ്ട്രീയ ഗിമ്മിക്കുകളെ പുച്ഛിച്ചു തള്ളാൻ ഇസ്രയേൽ സന്നദ്ധവുമാണ്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.